ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വനിതാ ചെസ് ലോകകപ്പ് കിരീടം ദിവ്യ ദേശ്മുഖിന്. ഫൈനലിൽ ഇന്ത്യൻ താരം തന്നെയായ കൊനേരു ഹംപിയെ തോൽപ്പിച്ചാണ് ദിവ്യ കിരീടം ചൂടുന്നത്. ചെസ് ലോകകപ്പിൽ ആദ്യമായി ഇന്ത്യക്കാരി കിരീടം ചൂടുന്നു എന്നതിനൊപ്പം തന്നെ 1ഉം 2ഉം സ്ഥാനങ്ങൾ ഇന്ത്യൻ താരങ്ങൾ നേടി എന്ന അപൂർവതയും ഈ നേട്ടത്തിനുണ്ട്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, വിവരങ്ങൾ. വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ അതുല്യമായ, അതിലപ്പുറം അപൂർവമായൊരു നേട്ടത്തിനാണ് ഇന്ത്യ ഇപ്പോൾ ഈ ഒരു കിരീടത്തിലൂടെ നേടിയിരിക്കുന്നത്. ആദ്യമായാണ് വനിതാ ചെസ് ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് ഒരു ഇന്ത്യക്കാരി എത്തുന്നത്. ആദ്യ സെമി ഫൈനലിൽ മുൻ ലോക ചാമ്പ്യൻ കൂടി ആയിട്ടുള്ള ചൈനീസ് താരത്തെ തോൽപ്പിച്ച് ദിവ്യ ദേശ്മുഖാണ് ഫൈനലിൽ പ്രവേശിച്ചത്. അതിനു പിന്നാലെ കൊനേരു ഹംപി ചൈനയുടെ തന്നെ മറ്റൊരു താരത്തെ തോൽപ്പിച്ച് സെമിഫൈനലിൽ തോൽപ്പിച്ച് ഫൈനലിൽ എത്തുകയായിരുന്നു. ഇതോടെ കിരീടം ഇന്ത്യയിലേക്ക് എന്നത് ഉറപ്പിച്ചതാണ്. അതിനുശേഷം ഫൈനലിൽ ദിവ്യ ദേശ്മുഖും 19കാരിയായ ദിവ്യ ദേശ്മുഖ് വളരെയധികം ഈ ഒരു ചെസ് മേഖലയിൽ അനുഭവ സമ്പത്തുള്ള കൊനേരു ഹംപിയെ നേരിടുകയായിരുന്നു. 2 ഫൈനൽ മത്സരങ്ങളാണ് നടന്നത്. ആ 2 ഫൈനൽ മത്സരങ്ങളും സമനിലയിൽ കലാശിക്കുകയായിരുന്നു. ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും നടന്ന 2 ഫൈനൽ മത്സരങ്ങളും സമനിലയിൽ കലാശിച്ചതോടെയാണ് ഇന്നത്തെ ടൈ ബ്രേക്കറിലേക്ക് എത്തിയത്. ടൈ ബ്രേക്കറിൽ 2 റാപ്പിഡ് ചെസ് ഗെയിമുകളാണ് ഉണ്ടായിരിക്കുക. ആ 2 റാപ്പിഡ് ചെസ് ഗെയിമുകളിലും വിന്നറെ കണ്ടെത്താൻ അല്ലെങ്കിൽ വിജയിയെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അധിക ഗെയിമുകളിലേക്ക് പോകും. എന്നാൽ അധിക ഗെയിമുകളിലേക്ക് പോകേണ്ടി വന്നില്ല. ആദ്യത്തെ ടൈ ബ്രേക്കറിലെ ആദ്യ റാപ്പിഡ് ഗെയിം സമനിലയിൽ അവസാനിച്ചു. എന്നാൽ രണ്ടാമത്തെ റാപ്പിഡ് ഗെയിം ആദ്യമൊക്കെ ഇത്തരത്തിലൊരു സമനിലയിലേക്ക് പോകും എന്നൊരു പ്രതീതി ഉണ്ടാക്കിയെങ്കിലും കൊനേരു ഹംപിയിൽ നിന്ന് വന്ന വളരെ ചെറിയ ചില പിഴവുകൾ അല്ലെങ്കിൽ ചില നീക്കങ്ങൾ ദിവ്യ കൃത്യമായി ഉപയോഗിക്കുകയും വിജയം ഉറപ്പാക്കുകയും ചെയ്യുകയായിരുന്നു. ഇതോടെ ഈ വിജയം നേടുന്നതിലൂടെ 4ാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ കൂടിയായി ദിവ്യ ദേശ്മുഖ് മാറി. ഇതിനു മുൻപ് കൊനേരു ഹംപി, ആർ വൈശാലി, അതുപോലെ ഹരിക ദ്രോണവല്ലി എന്നീ 3 വനിതകൾക്കാണ് ഇന്ത്യ ഗ്രാൻഡ് മാസ്റ്റർ കിരീടം ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ കിരീടം നേടുന്ന 4ാമത്തെ ഇന്ത്യൻ വനിത കൂടിയായി ദിവ്യ ദേശ്മുഖ് മാറിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നേട്ടം തന്നെയാണ് ഇത്. ആദ്യമായി ഇന്ത്യയിലേക്ക് വനിതാ ചെസ് ലോകകപ്പ് ലഭിച്ചു എന്നതിനോടൊപ്പം തന്നെ വനിതാ ചെസ് ലോകകപ്പിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ ഇന്ത്യക്ക് തന്നെയാണ് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. നമ്മൾക്ക് ഈ നേട്ടം ആഘോഷിക്കുന്നതിന് വേണ്ടി ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്കും ഇന്ത്യൻ ചെസ് ടീമിലേക്കും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളീയനായിട്ടുള്ള ചെസ് ഒളിമ്പ്യൻ പ്രൊഫസർ NR അനിൽകുമാറിനെ നമ്മൾക്ക് അല്പസമയത്തിനകം ഫോണിൽ ലഭിക്കേണ്ടതുണ്ട്. 1982 സ്വിറ്റ്സർലൻഡിലെ ലുസേണിൽ നടന്ന ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ച ചെസ് ഒളിമ്പ്യൻ പ്രൊഫസർ NR അനിൽകുമാറിനെ നമ്മൾക്ക് അല്പസമയത്തിനകം പ്രതീക്ഷിക്കാം. NR അനിൽകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ NR അനിൽകുമാർ, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഒരേ സമയം 2 ആഘോഷങ്ങളാണ്, 2 വനിതകൾ. അതുകൊണ്ട് ദിവ്യ ദേശ്മുഖ് മാത്രമല്ല, കൊനേരു ഹംപിയും ഈ നിമിഷം ആദരിക്കപ്പെടുന്നു. അവരും ലോക ചതുരംഗ കളിയുടെ കരുനീക്കങ്ങളുടെ കളിയിലെ തലപ്പത്ത് 2 സ്ത്രീകൾ, അവരുടെ കൈവിരലുകൾ, അവരുടെ ബുദ്ധി ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ നിമിഷത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? കൊനേരു ഹംപി വളരെ പരിണിതപ്രജ്ഞയായിട്ടുള്ള ഒരു ഇതിഹാസ താരമാണ്. അവര് 2 തവണ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ 19 വയസ്സുകാരിയായിട്ടുള്ള ദിവ്യ ദേശ്മുഖിന്റെ നേട്ടം അസാമാന്യ തലത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു നേട്ടമാണ്. ഇന്ത്യക്ക് ഏറ്റവും ആഹ്ലാദം നൽകുന്ന ഒരു കാര്യം, 18 വയസ്സുള്ള ഒരു ലോക ചാമ്പ്യൻ ദൊമ്മരാജു ഗുകേഷ് ഇപ്പോഴിതാ 19 വയസ്സുകാരിയായിട്ടുള്ള ഒരു ലോകകപ്പ് വനിതാ ചാമ്പ്യൻ. അങ്ങനെ ലോക ചെസ്സിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേരുകയും പുതിയൊരു അധ്യായം തന്നെ, അതായത് യൗവനം പരിചയസമ്പത്തിനെ കീഴടക്കുന്ന ഒരു കാലത്തേക്ക് നമ്മളെ ഇവര് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. 3 നേട്ടങ്ങള് ഇതോടുകൂടിയിട്ട് ദിവ്യ ദേശ്മുഖ് സ്വന്തമാക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ, ഒന്ന്, അവര് ആദ്യമായിട്ട് ലോകകപ്പ് നേടുന്ന ഇന്ത്യക്കാരിയാകുന്നു. ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നു. ഗ്രാൻഡ് മാസ്റ്റർ എന്ന് വെച്ചാൽ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ അല്ല, ഒരു പുരുഷ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് അവർ അവരോധിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ അവര് അടുത്ത കാൻഡിഡേറ്റ്സ് ചാമ്പ്യൻഷിപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്.
കരുനീക്കങ്ങളുടെ പ്രയോഗത്തിൽ താങ്കൾ ഈ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ആ കരുനീക്കങ്ങളുടെ പ്രത്യേകതയായിട്ട്, ഇരുവരുടെയും നീക്കങ്ങളുടെ പ്രത്യേകതയായിട്ട് എന്തൊക്കെയാണ് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ 2 കളികൾ ക്ലാസിക്കൽ ശൈലിയിലായിരുന്നു. അതായത് ഓരോരുത്തർക്ക് 90 മിനിറ്റും പിന്നെ അഡീഷണൽ ആയിട്ടുള്ള സമയവും. പക്ഷേ ഇന്ന് നടന്നിട്ടുള്ള ടൈ ബ്രേക്ക് മത്സരങ്ങളിൽ വളരെ കുറച്ച് സമയമുള്ള റാപ്പിഡ് സമയക്രമമാണ് അവലംബിച്ചിരുന്നത്. 2 കളിയിലും ഉടനീളം 2 കളിക്കാരും തുല്യതയാണ് പാലിച്ചത്. ആദ്യത്തെ കളി ഏതാണ്ട് 85 നീക്കങ്ങളോടെ നീണ്ടുപോയി. ഇരുവരും ജയത്തിനായി കിണഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ അവസാനം ആദ്യത്തെ കളി ഡ്രോയിൽ കലാശിച്ചു. രണ്ടാമത്തെ കളിയും ഒരു സമനിലയിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നുന്ന സമയത്താണ് കൊണേരു ഹംപി തന്റെ 40ാമത്തെ നീക്കത്തില് നിർണായകമായിട്ടുള്ള ഒരു വൻ പിഴവ് നടത്തുന്നത്. പിന്നെ ആ പിഴവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദിവ്യ യാതൊരു അവസരവും കൊനേരുവിന് നൽകിയില്ല. 75ാമത്തെ നീക്കത്തില് കൊനേരുവിന് അടിയറവ് പറയേണ്ടതായിട്ട് വന്നു. അപ്പൊ ദിവ്യയുടെ കളിയിലെ വലിയ ഒരു സവിശേഷതയായിട്ട് തോന്നുന്നത് അവരുടെ ജയിക്കാനുള്ള തീവ്രമായിട്ടുള്ള ഇച്ഛാശക്തിയും തന്റെ എതിരാളി എത്ര പ്രമുഖയാണെങ്കിലും അവരെ തോൽപ്പിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു വാശിയുമാണ്. ആ വാശിയെ നമ്മൾക്ക് ഈ കരുക്കളത്തിലെ അഗ്രസീവ്നെസ് ആയിട്ട് കരുതാൻ കഴിയുമോ? NR അനിൽകുമാറിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതുല്യ, വൃന്ദ, നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ദിവ്യ ദേശ്മുഖ് എന്ന വാക്കിനെ നമ്മൾക്കൊന്ന് ഇഴപിരിക്കുകയാണെങ്കിൽ ദേശ്മുഖ്, ദേശത്തിൻ്റെ മുഖം, രാഷ്ട്രത്തിൻ്റെ മുഖമായി മാറിയിരിക്കുന്നു ദിവ്യ എന്നുള്ളതാണ്. ലോക ചെസ്സിൽ നമ്മുടെ ഇന്ത്യയുടെ ദേശത്തിൻ്റെ മുഖമായി ദിവ്യ ദേശ്മുഖ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആഹ്ലാദകരമായ കാര്യം. അതുകൊണ്ട് തന്നെ രാജ്യമെങ്ങുമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിട്ടും ഇതിൽ അഭിമാനിക്കാൻ കഴിയും. പ്രത്യേകിച്ചും വിശ്വനാഥൻ ആനന്ദ് പോലെയുള്ള പുരുഷ പ്രജകളുടെ മാത്രം ബൗദ്ധിക കേന്ദ്രങ്ങളായിട്ട് വ്യവഹരിക്കപ്പെടുന്ന ചെസ്സിനെ ഇനി സ്ത്രീകളുടെ തലച്ചോറിൻ്റെ കരുനീക്കങ്ങളുടെ കളിയായിട്ട് മാറ്റുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിരവധി സ്ത്രീകൾക്ക് ഈ മേഖലയിലേക്ക് തങ്ങളുടെ ബുദ്ധിയും കൗശലവും ഉപയോഗിച്ച് വരാനുള്ള പ്രേരണ ദിവ്യ ദേശ്മുഖിലൂടെയും ഒപ്പം തന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കൊനേരു ഹംപിയിലൂടെയും എത്തിച്ചേരാൻ കഴിയുമെന്നതിൽ ഒരു സംശയവും ഇല്ല. അതുല്യയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളോടൊപ്പം തുടരുന്ന ശ്രീ NR അനിൽകുമാറിലേക്ക് കൂടി പോകുന്നു. ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ചെസ്സിൻ്റെ മേഖലയിലേക്ക് ഈ ഉള്ള ഒരു ഉണർവിന് പ്രചോദനമായിട്ട് മാറുമോ ഇത്? തീർച്ചയായിട്ടും താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. ലോക ചെസ്സില് ജൂഡിത്ത് പോൾഗാർ എന്ന് പറയുന്ന ഒരു വലിയ ഇതിഹാസമുണ്ട്. അവര് പെൺകുട്ടികളുടെ, വനിതകളുടെ മത്സരങ്ങളിൽ ഒരിക്കലും പങ്കെടുക്കാതിരിക്കുകയും പുരുഷന്മാർ പങ്കെടുക്കുന്ന മത്സരങ്ങളിൽ മാത്രം പങ്കെടുക്കുകയും ലോകത്തിലെ 8ാം നമ്പർ താരമായിട്ട് മാറുകയും അവരുടെ ആ ഒരു കളിയുടെ ആ കരിയറിന്റെ ഇടയിൽ ഒരു 11-12 ലോക ചാമ്പ്യന്മാരെ വീഴ്ത്തുകയും ചെയ്തിട്ടുള്ള ഒരു കളിക്കാരിയാണ് ജൂഡിത്ത് പോൾഗാർ. ഹംഗേറിയൻ താരമാണ് ജൂഡിത്ത് പോൾഗാർ. അവരുടെ ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ നിലപാട് പിന്തുടരുന്നവരാണ് ദിവ്യ ദേശ്മുഖും കൊണേരു ഹംപിയും. അതുപോലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള പ്രജ്ഞാനന്ദയുടെ സഹോദരിയായിട്ടുള്ള വൈശാലി രമേശ് ബാബുവും. തീർച്ചയായിട്ടും ദിവ്യയുടെ ഈ നേട്ടം, അതിനു മുൻപ് കൊണേരുവിന്റെ ശ്രദ്ധേയമായിട്ടുള്ള ലോക ചാമ്പ്യൻഷിപ്പ് കിരീട ജയങ്ങളും ഒരു സംശയവുമില്ല ഒരുപാട് പെൺകുട്ടികളെ, ആയിരക്കണക്കിന് പെൺകുട്ടികളെ ചെസ്സിലേക്ക് കൊണ്ടുവരും. ഒരു പുരുഷ പരിരക്ഷിത പരിസരമായിരുന്ന ചെസ് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഇന്ത്യയിൽ മാറും എന്നുള്ള ഒരു പ്രത്യാശ മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നന്ദി ശ്രീ NR അനിൽകുമാർ. ചെസ് ഒളിമ്പ്യനായ ശ്രീ NR അനിൽകുമാറാണ് കളിയുടെ ആധികാരികമായ വശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നീക്കങ്ങളിൽ പുലർത്തിപ്പോന്നിട്ടുള്ള കണിശതയെക്കുറിച്ചുമെല്ലാം കൃത്യമായ അതുപോലെ തന്നെ ആധികാരികമായ ഒരു വിശദീകരണം നമുക്ക് നൽകിയത്. ഇന്നത്തെ ഈ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 2 റാപ്പിഡ് ഗെയിമുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ റാപ്പിഡ് ഗെയിമിന് കൊനേരു ഹംപി കറുത്ത
കരുക്കളുമായും ദിവ്യ ദേശ്മുഖ് വെളുത്ത കരുക്കളുമായാണ് മത്സരം ആരംഭിച്ചത്. ആദ്യ മത്സരത്തിൽ സമനിലയിലേക്ക് ഇരുവരും സമനില സംബന്ധിച്ച് പിരിയാൻ തന്നെ ഏറെ സമയമെടുത്തു എങ്കിലും ആദ്യത്തെ മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ റാപ്പിഡ് ഗെയിം ആരംഭിച്ചപ്പോൾ മുതൽ ദിവ്യ ദേശ്മുഖ് കൃത്യമായ ഒരു ആധിപത്യം പുലർത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. വെളുത്ത കഷ്ണങ്ങളുമായി കൊനേരു ഹംപിയാണ് രണ്ടാമത്തെ റാപ്പിഡ് ഗെയിം ആരംഭിച്ചത്. എന്നാൽ ആദ്യ മിനിറ്റുകളിൽ തന്നെ ദിവ്യ ഒരു മുൻതൂക്കം നേടുകയായിരുന്നു. അതുപോലെ തന്നെ ഓരോ നീക്കങ്ങളും നിർണ്ണയിക്കുന്നതിൽ കൊനേരു ഹംപിയേക്കാൾ കുറഞ്ഞ സമയമാണ് ദിവ്യ ദേശ്മുഖ് എടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. എന്തായാലും ഇടയ്ക്ക് വെച്ച ഈ ദിവ്യയ്ക്ക് തുടക്കത്തിൽ ആദ്യ മിനിറ്റുകളിൽ നേടിയ ഒരു മുൻതൂക്കത്തെ കൊനേരു ഹംപി തൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ട് മറികടന്നു എങ്കിലും ഒരു സമനിലയിലേക്ക് വീണ്ടും ഈ മത്സരവും എത്തിയേക്കാം എന്നൊരു പ്രതീതി ഇടയ്ക്ക് വെച്ച് ഉണ്ടാക്കിയെങ്കിലും തുടർന്ന് വന്ന കൃത്യമായിട്ടുള്ള കരുനീക്കങ്ങളിൽ കൊനേരു ഹംപിയെ ദിവ്യ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. തൻ്റെ ഫയലുകളിൽ നിന്ന് കൃത്യമായ നീക്കങ്ങളിലൂടെ കൊനേരു ഹംപിയെ ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് വളരെ കൃത്യമായ ഒരു പാറ്റേണിലൂടെ തകർക്കുകയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇന്ത്യ വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയിരിക്കുകയാണ്. കൊനേരു ഹംപി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ റാപ്പിഡ് ചെസ് വേദിയിലേക്ക് തിരിച്ചെത്തുന്നത്. മുൻപ് റാപ്പിഡ് ചെസ് വേദികളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു. തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു മുതിർന്ന താരമാണ് കൊനേരു ഹംപി. അതേസമയം ദിവ്യ ദേശ്മുഖ് എന്നത് 19കാരിയായ തീർത്തും വളരെ പുതുതലമുറയിൽപ്പെട്ട ഒരാളാണ്. എന്തായാലും നിലവിൽ ഈ മത്സരം അല്ലെങ്കിൽ ഈ ഫൈനലിലെ വിജയത്തോടു കൂടി ദിവ്യ ദേശ്മുഖും അതോടൊപ്പം തന്നെ കൊനേരു ഹംപിയും കാൻഡിഡേറ്റ് ടൂർണമെന്റിലേക്ക് കൂടി, അതായത് ചെസ് ചാമ്പ്യൻഷിപ്പിലെ കാൻഡിഡേറ്റ് ടൂർണമെന്റിലേക്ക് കൂടി യോഗ്യത നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ കാൻഡിഡേറ്റ് ടൂർണമെന്റിലും ഇന്ത്യ ഈ വിജയം ആവർത്തിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. എന്തായാലും നിലവിൽ ഈ ഒരു വിജയത്തോടു കൂടി ദിവ്യ ദേശ്മുഖ് ഗ്രാൻഡ് മാസ്റ്റർ ആകുന്ന 4ാമത്തെ ഇന്ത്യൻ വനിത കൂടിയായി മാറിയിരിക്കുകയാണ്. വൃന്ദ, തീർച്ചയായും ഒരു അതുല്യ നേട്ടം തന്നെയാണ്. ഇന്ത്യക്ക് അഭിമാനകരമായിട്ടുള്ള നിമിഷം. 1ഉം 2ഉം സ്ഥാനങ്ങൾ ഇന്ത്യൻ താരങ്ങൾ നേടി എന്ന അപൂർവതയും ഈ നേട്ടത്തിനുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അതുല്യ രാമചന്ദ്രൻ. MS ധനേഷ്. മറ്റു വാർത്തകളിലേക്കാണ്. കുഫോസ് VC ബിജുകുമാറിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി. RSSന്റെ പരിപാടിക്ക് പോകുന്നവരെ പ്രതിനിധി സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. കുഫോസ് VC